നമ്മുടെ ഹോണ്ട സിവിക്ക് എടുത്തോണ്ട് പഴയ സിവിക്ക്. ഇത് അത്യാവശ്യം വർക്ക് ഞാൻ ചെയ്യാനുണ്ട്. എനിക്കിഷ്ടപ്പെട്ട വർക്ക്. ലൊക്കേഷൻ ഒരു നല്ല ഓഫ് റോഡുള്ള സ്ഥലത്തോടാണ്. ഇതുവഴി പോയി കയറാൻ ഭയങ്കര പാടാണ്. കറങ്ങി പോകണം. അങ്ങോട്ടൊന്ന് വന്നാൽ പോകാം. ഇത് 1 ലക്ഷം വെച്ചേക്കാം. ശരിക്കും 2 ലക്ഷം നമ്മുടെ വണ്ടിക്ക് 1 ലക്ഷം രൂപ. 99,000 രൂപ വണ്ടിയുണ്ട്. വണ്ടിക്ക് 1 ലക്ഷം. ഈ കയറിപ്പോ നേരെ പോകണം. ലോവർ ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ടാണ് ഇടിച്ചിടിച്ച് കയറുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടോ കാണത്തില്ല. ലൊക്കേഷൻ നോക്കാം. അത് നീ വഴി നേരെ ഇവിടെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടേ. ഞാൻ ഇവിടെ അങ്ങനെ ചുമ്മാ വന്ന. അപ്പം ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ സാധനം ഓരോ ഗിഫ്റ്റ് ബോക്സ് ഫ്രീ ആയിട്ട് 10,000 രൂപ വെച്ചിടും. ഞാൻ അതിന് ഫുൾ വീഡിയോ ഇടുന്ന ഇവിടായിട്ട് ഗിഫ്റ്റ് ബോക്സ് ഇടും. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലോങ് ജമ്പാണ്. ഈ വീഡിയോ ചെയ്യാം. ഈ വണ്ടി ആകെ വേണം തന്നെ ഞാൻ ഫ്രീ ആയിട്ട്. ഡെയിലി യൂസ് ഒന്നുമല്ല. താഴെ നോക്കിയാൽ മതി എത്ര ദൂരം ഓടിയിട്ടുണ്ടെന്ന്. ഇതാണ് ഞാൻ അവിടെ ഇത്ര നേരിട്ട് നോക്കിയത്. വരുമോ. നമുക്ക് എൻ്റെ അക്കൗണ്ടിൽ പോയി കാർസ് ഞാനത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ മിക്ക കാർസും എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ പുതിയ അക്കൗണ്ട്, പഴയ അക്കൗണ്ട് എനിക്ക് ഈഗോ കയറിയിട്ട് ഞാനത് കളഞ്ഞത്. അപ്പടി ചെടി വിളിച്ച് ഫസ്റ്റ് എൻ്റെ കാറ് വരുന്നത് നമ്മുടെ ഈവൻ എടുത്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതും കൊണ്ട് 71 ഗിഫ്റ്റ് ബോക്സ് എടുത്തില്ല. അതുകൊണ്ടാണ് 10 രൂപ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് കഴിഞ്ഞപ്പം എനിക്കിത് അവിടുന്ന് ഫ്രീ ആയിട്ട് 1 രൂപയ്ക്കാണ് ഇത്. അത് കഴിഞ്ഞ് ഇത് എനിക്കൊരു 65,000 രൂപയ്ക്ക്, അല്ല 65,000 അല്ലല്ലോ, 21,000 രൂപയ്ക്ക് കിടക്കുന്ന കണ്ടു. പിന്നെ ഈ വണ്ടി പക്ഷെ 1 ലക്ഷം രൂപ. പക്ഷെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. ബീം ലോഗോ പക്ക. ഇത് പിന്നെ ഞാനിപ്പോൾ കാണിച്ച വണ്ടി ഇതിന് മുതലാവതിന് കിട്ടിയതാണ്. കാരണം 2,50,000 രൂപയുടെ വണ്ടി 55,000 രൂപയ്ക്ക് എനിക്ക് കിട്ടി.
ഇത് ഞാൻ ഫെരാരി 22,000 ഫെരാരി കൊടുത്തപ്പോൾ കിട്ടിയാണ്. എനിക്ക് ബി എമ്മിനോട് ഭ്രാന്ത്, അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ലോഗോയുടെ വർക്ക് കഴിഞ്ഞില്ല, ഇനി ഇതുണ്ട്. ഇത് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാകത്തില്ല എനിക്ക്. വളരെ 22,000 രൂപയുടെ വണ്ടിയാണ്. എന്താ പറയുക, ഇതുണ്ട് നമ്മളെ കാണിച്ച വിശ്വാസമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇത് ബി എം. എനിക്ക് ഈ വണ്ടി എടുക്കാൻ ഭയങ്കര ആഗ്രഹം. ഈ വണ്ടി ഇതിങ്ങനെയാണോ ലുക്കും ഇല്ല. ആരുടെയും കയ്യിൽ 18 ലക്ഷം ഉണ്ട് ഈ വണ്ടി എടുക്കാൻ നോക്കണം. അതൊക്കെ ഒരു ബ്ലാക്ക് 90 റോബക്സിനൊക്കെ ഒരു 90 കോയിനൊക്കെ ഇത്. ഈ ബെൻസിന് വില എത്ര ഞാൻ കാണിച്ചു തരാം. കാണിക്കുന്നുണ്ട് നോക്കണം. ഈ വണ്ടിക്ക് കോയിന്, ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. ഈ വണ്ടി കൊടുത്തിട്ടാണ് ഞാൻ ആ വണ്ടി. ഇതിന് 22. അപ്പം ഇതിനെത്ര ജസ്റ്റ് ഈ പോർഷയ്ക്ക് കോയിനാണ് കണ്ടെത്തുന്നത്. ഇത് കാണിക്കുന്നില്ലല്ലോ ഇതിൻ്റെ വില. ഇത് രണ്ടാണ് 22 ലക്ഷം രൂപ, അതെനിക്കറിയാം. ഒരു അപാര സാധനം ഇത് സ്മോക്കൊക്കെ ഉള്ളതാണ്. സ്മോക്കൊക്കെ അൺലോക്ക് ആയിരുന്നു, ഞാൻ കാണിച്ചു തരാം. സിറ്റി പോകണം. ഇത് വൃത്തിയേടാ, വേണമൊന്നും കഴിക്കും. ഞാനത് കഴുകാറൊന്നുമില്ല. പക്ഷെ നഖന്തയ്ക്ക് വെച്ചതെന്ന് വെച്ചാൽ കഴുകിയിട്ട് വീഡിയോ എടുക്കുന്നവരാ. പുള്ളിയുടെ ഈ കാർ കളക്ഷൻ വീഡിയോ ഇടും, മറ്റുള്ളവരുടെ കാശ് എടുത്ത് ഇൻ്റർവെയിൽ 10-8. ഇവിടെ നാളെ കിടന്ന പരിപാടിയാണ് പുള്ളിയുടെ. ഞാൻ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ പാപ്പനാണ്. പുള്ളി കാറിനെ ഡ്രസ് ചെയ്യുമ്പം നിന്ന് വരുന്നുണ്ട്. നല്ല പവറുണ്ട്. 2 ലക്ഷം സ്റ്റോക്കിന് മതി. നല്ല പവറാണ്. ഹലോ, റെഡ് പോകാം. ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ഗൈസ്. ഞാൻ ഇവിടുത്തെ എടുത്തോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓർമ്മ ഇവിടെ ആണോ അപ്പുറത്താണോ അറിയത്തില്ല. ഇതിൽ ഇന്ത്യയിൽ ഡൗൺലോഡ് ആണ്, അതുകൊണ്ട് ഇന്ത്യയിൽ ഇട്ട് ഓടിക്കുക. അയ്യോ എല്ലാവരും ഇങ്ങോട്ട് കയറി. ഇവിടെ ഉണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സ്. ഈ കുന്നൊന്ന് കയറ്റിയാൽ ഈ വണ്ടി കൊണ്ട് നമുക്ക് എത്ര ഉണ്ടെന്ന് ഹാൻഡ് ഡ്രൈവ് ഡ്രോൺ ഇട്ട് ഒന്ന് പറപ്പിച്ചോളാം. എങ്ങനെ കയറണോ നോക്കട്ടെ, എവിടെയും ഒരു വഴി കാണും. ഇല്ല ഗൈസ്, നമുക്ക് നോക്കില്ല. ഇതിന് പുറകെ
അപ്പൊ ശരി, നമുക്ക് എൻ്റെ ഗ്യാരേജിൽ ഒന്നുകൂടെ പോയിട്ട് ഒരു ഡ്രിഫ്റ്റ് കൂടെ ചെയ്യണം. ഡ്രിഫ്റ്റ് മൂടിട്ട് ചെയ്യണമോ അല്ല ഡ്രിഫ്റ്റ് മൂടുക പറ്റില്ല. ഇതൊരു പാമ്പ. ഞാൻ റൈറ്റ് ആകുന്നു. ഞാൻ എനിക്ക് നിൽക്കുന്നത് ഇവിടെ തന്നെ വന്ന് ലാൻഡ് ചെയ്ത് നമ്മളെ റിപ്പയർ ചെയ്തിട്ട് റിപ്പയർ ചെയ്യാൻ ഫ്രീയാണ്. ഞാൻ എൻ്റെ കോഴി ഫുള്ള് എൻ്റെ പയറി ഇത് കാർ പാർക്കിംഗ് മണി മൊത്തം ഞാൻ തീർത്തിട്ട് 0 കോയിൽ 0 ഇതിൽ ഞാൻ പോയി എത്ര പ്രാവശ്യം ഡാമേജ് റിക്കവർ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഇവിടെ മരമില്ലായിരുന്നു നിങ്ങൾക്ക്? എനിക്കറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. കുറച്ച് ദൂരെ പോട്ടെ. നമുക്ക് ഈ വ്യൂ ഒട്ടല്ല ഓടുന്നത്, വേറൊരു വ്യൂ ഉണ്ട്. ഇത് തന്നെ, ഇത് നേരെ ഇട്ടിട്ട് ഇങ്ങനൊക്കെ ആർക്കെങ്കിലും വണ്ടി കൊണ്ട് പാർക്ക് നമുക്കൊരു കാര്യം ഞാൻ ഈ വണ്ടി എടുത്ത് ഞാൻ ഈ സമയത്ത് ഇറങ്ങിപ്പോയി എൻജിനോട് ഈ സമയം ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ ഇതിൻ്റെ ലുക്ക് വേണം ഞാൻ കാണിക്കാം. ആവശ്യങ്ങളാണ് കാണിച്ചാൽ ഓരോരുത്തരും മനസ്സിലായി. അയ്യോ മുട്ടിട്ട് സെക്ഷനിൽ പോയാൽ ലൈറ്റ് ഇപ്പോഴാണ് ഓക്കെ. അവിടെ എങ്ങാനും പോയെന്ന് അറിയാം. എടുക്കാം, അവിടെ നിൽക്കാം. ഇവിടെ റിവേഴ്സ്
നോക്കിവിടാം. ഷിപ്പ് വഴി താഴെ ഇറങ്ങി വരും. കേട്ടോ.